ഭരണവിരുദ്ധ വികാരം എന്ന് മാത്രമല്ല, ഇവിടുത്തെ പിന്നോക്കക്കാർക്കുള്ള പ്രതിഷേധം, അവരോട് കാണിക്കുന്ന വിവേചനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തു വന്നാലും മുസ്ലിം പ്രീണനം. മുസ്ലിമിനെ പ്രീണിപ്പിച്ചോ, അവരിൽ നിന്ന് 10 പേരെ എടുത്ത് കൂടെ നിർത്തി രാജ്യം ഭരണം ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ അതൊരു ഇലക്ഷൻ വന്നപ്പോൾ കിട്ടിയ ഒറ്റ എണ്ണം ഇരുണ്ട വെള്ളത്തോടല്ലേ ഇറന്നത്. ഇടതുപക്ഷത്തിന് വല്ലതും കിട്ടിയ അവരെല്ലാം മുസ്ലിങ്ങൾക്ക് തന്നെ വോട്ട് കൊടുത്തത് അതിഗംഭീരമായിട്ട്. അപ്പോൾ ഇടതുപക്ഷത്തിന് വോട്ടൊന്നും കിട്ടിയില്ല. കാന്തപുരം ഉണ്ടെന്ന് പറഞ്ഞു, കാന്തവും ഇല്ല, ഒന്നുമില്ല. വോട്ട് വന്നു. ആർക്ക് കൊടുത്തിരുന്നത്? കൊടുത്തില്ല. കൊടുത്തിട്ട് എന്ത് പ്രയോജനം? കൊടുത്തിട്ട് എന്ത്? പിന്നെ എവിടെ ഒരു കൊടുത്ത സ്ഥലം പറ? കൊടുത്തതിൻ്റെ എന്ത് റിസൾട്ട്? കാന്തപുരം ഒരു വോട്ട് ബാങ്കാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലൂടെ. കാന്തപുരം വോട്ട് ബാങ്ക് ആയിരുന്നെങ്കിൽ മലപ്പുറത്തും എന്നിങ്ങനെ സംഭവിക്കില്ല. അവർക്ക് ഏറെ ആളുകളല്ല മലപ്പുറത്ത്. അവർക്ക് വിചാരിച്ച ഒന്നും നടന്നില്ലല്ലോ. ലീഗ് വിചാരിച്ചതല്ലേ നടന്നത്. ഈ ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വമേ ന്യൂനപക്ഷം എന്നുള്ള ഒരു വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി കൊടുത്തതാണ്, ഇവിടുത്തെ ജയസാധ്യതയെ പരിഗണിക്കാതെ. കാരണം ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു, ഇവിടുത്തെ പ്രാദേശിക പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ട് ജയസാധ്യത കുറവാണെന്ന്. അങ്ങനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിലൊരു ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായ ഒരു സ്ഥാനാർത്ഥിത്വം വന്നതാണ് എന്ന് കരുതുന്നുണ്ടോ? കാരണം ഈ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആര് നിന്ന് ഇപ്പം നിൽക്കുന്ന ന്യൂനപക്ഷത്തിനുപരി ഒരു ജന പിന്തുണ ഉള്ളവൻ വേണ്ടേ? അതോടൊപ്പം തന്നെ പാർട്ടി അടിത്തട്ടിൽ പ്രവർത്തിച്ച് വരുന്ന ഒരാൾ വേണ്ടേ? ഇതങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഉള്ളിൽ നിന്ന് കെട്ടിയിറക്കി ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള പിൻബലവും അതിൻ്റെ പരിഗണനയല്ലേ കിട്ടുന്നത്. കാരണം മുസ്ലിം ഒരു പരിഗണന കൊടുത്തുകൊണ്ട് MP ആകണം. അങ്ങനെ ഇവിടെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കണം. ഒരവരുടെ കൊടുത്താൽ പോലെ ഇവിടെ ബാക്കിയുള്ളവർക്ക് ഇവിടെ പരിഗണന കിട്ടും. മലപ്പുറത്ത് കിട്ടുമോ? കോട്ടയത്ത് കിട്ടുമോ? അപ്പം പിന്നോക്കക്കാരനും പട്ടികജാതിക്കാർക്കൊക്കെ പരിഗണനയോട് നൽകേണ്ട ആലപ്പുഴയ്ക്ക് പോലും ആരിഫിനെ കുടുംബമായിട്ടുള്ളവരെ നിർത്തിയത് തന്നെ തെറ്റായിപ്പോയി. NDAക്ക് SNDP ആരുടെ കൂടെ ഇല്ലായിരുന്നു. ആരുടെ കൂടെ ഇല്ല. ശോഭ ജയിക്കണമെന്നുള്ളതല്ല, ശോഭനോട് ഒരു വിരോധമില്ലായിരുന്നു. ഈഴവ വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ മറിഞ്ഞിട്ടുള്ളത്. CPM-ന്റെ അടിത്തറയിൽ ഇപ്പോൾ കാർത്തികപ്പള്ളി ആണെങ്കിലും കരുവാറ്റി ആണെങ്കിലും ഒക്കെ അവിടെ ഈഴവ വോട്ടുകൾക്ക് ഒരുപാട് സ്വാധീനമുള്ള കായംകുളത്തെ പഞ്ചായത്തുകളിലും ഒക്കെ മറിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഈ പോയ വോട്ടുകൾ അതൊരു പൊളിറ്റിക്കൽ ചേഞ്ച് ആയിട്ട് കരുതുന്നുണ്ടോ, അതോ ഭരണവിരുദ്ധ വികാരം മാത്രമായി സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ഇതാണ്? സ്ഥാനാർത്ഥികൾക്ക് ഇഴോടത് മാത്രമല്ല, BJPയുടെ താല്പര്യത്തിനുപരി ഈഴവരാണ് മാറിയത്. അത് തിരുവനന്തപുരത്താണെങ്കിലും അത് തന്നെ സംഭവിച്ചത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, വർക്കലായാലും കോട്ടയത്തായാലും ഈഴവ വോട്ടുകളാണ് മഹാഭൂരിപക്ഷം ഇങ്ങനെ മാറിയത്. ഇത് മാറാൻ കാരണം എന്താണ്? അവരുടെ വേദനയും പ്രയാസമാണ്. അത് UDFിലേക്ക് പോയിട്ട് എന്ത് കാര്യം? അവരിൽ നിന്നും ഒരു പ്രയോജനം കിട്ടാത്ത വിഭാഗമല്ലേ ഈഴവര്. അവരൊന്നും ന്യൂനപക്ഷ പ്രീണനല്ലേ അവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇപ്പറയുള്ളവർ ഒരു ആശ്രയിച്ച് വർഷങ്ങളോളം നിന്നിട്ട് ഇവിടെ നിന്ന് നീതി കിട്ടിയ അവർക്ക് LDFിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ അവർ നേരെ ആശ്രയിക്കാൻ മറ്റൊന്ന് കണ്ടെത്തിയത് NDAയാണ്. അത് സ്വാഭാവികമല്ലേ. BJP ആയോ ആരായോ എന്നുള്ളതല്ല. രണ്ടിടത്ത് നീതി കിട്ടാത്ത 3 പാർട്ടിയിലേക്ക് പോയി വോട്ട് കുറേ എന്നുള്ള സത്യമാണ്. ഈ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ BJPയുടെ ഈ വളർച്ച ശരിക്കും പേടിപ്പിക്കേണ്ട സ്ഥാനമല്ലേ? തീർച്ചയായിട്ടും ഇവിടെ സൗഹാർദ്ദത്തിന് കുറവൊന്നുമില്ല. ഈ BJP ഇനി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് പോലെ അവരുടെ ലക്ഷ്യം അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പല അസംബ്ലി അസംബ്ലിയിലും വടക്ക് തെക്ക് അവർക്ക് മഹാഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം ഒരു ഗ്രിപ്പ് കിട്ടിയും സെൻട്രൽ അവർക്ക് ഭരണം തുടർച്ചയായിട്ട് കിട്ടാനൊരു അവസരം ലഭിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർ തീർച്ചയായും കേരളത്തിൽ ഒരു അടുത്ത ത്രിതല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കാൻ നോക്കുമെന്നുള്ളത് നേരാണ്. ഈ കായംകുളത്ത് ശോഭയ്ക്ക് സാധ്യതയുണ്ട്. ശോഭ കായംകുളം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് അവർ തന്നെ സൂചന നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിൽ അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയുമോ? കാരണം പലയിടത്തും 2ാം സ്ഥാനത്ത് നേരിയ വോട്ടുകളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊന്നും എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം രാഷ്ട്രീയമാണ്, മാറിയും വരും. ഞാൻ പറഞ്ഞില്ലേ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാം കോൺഗ്രസ് ജയിച്ചെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരെ തിരിഞ്ഞു കാണുന്നത്.
നമുക്കൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല. ഇപ്പം തന്നെ ഞാൻ ഒരിക്കലും തൃശ്ശൂർ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളാരും പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വോട്ടിൻ്റെ മറുത്തിലും തിരിച്ചിലുമാണെന്ന് കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. അതുകൊണ്ട് ആര് ജയിക്കുമെന്നോ ആര് തോക്കുമെന്നോ ഒന്നും പറയാനില്ല. ഒരു കാര്യം, BJPക്ക് കേരളത്തിൽ പഴയതിനേക്കാൾ വേരുറച്ചു വരുന്നുണ്ട്. 20% എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20% വരെ അവർ വോട്ട് ഇവിടെ നേടിയെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. സർ, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പലതവണ ചേർത്തലയിൽ വന്നിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ അത് മാത്രമല്ല, ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ലീഡർഷിപ്പ് അഭിപ്രായം തേടിയപ്പോൾ താങ്കളുടെ അടക്കം അഭിപ്രായം തേടി ഈ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഇറക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് അങ്ങ് വിശ്വസിക്കുന്നത്? കാരണം അങ്ങ് ഉൾപ്പെടെ പറഞ്ഞതാണെന്ന് പറയുന്നു അല്ലെ? ഈ ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് അങ്ങ് നേരത്തെ പറഞ്ഞത്, അതായത് നിർത്തിയാൽ പരാജയമായിരിക്കും ഇടതുപക്ഷത്തിന് എന്നുള്ളത്. അത് സ്റ്റേറ്റ് ലീഡർഷിപ്പിനോടാണോ പറഞ്ഞത്? സ്റ്റേറ്റ് ലീഡർഷിപ്പിനോടാണോ അത് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞതെന്നൊക്കെ TV കൂടെ ഞാൻ പറയേണ്ട കാര്യമില്ല. അറിയേണ്ട പാർട്ടികൾ അറിയാൻ വേണ്ടി എന്നോട് ചോദിച്ചവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ സത്യം പറയണ്ടേ, ജയസാധ്യത കുറവാണെന്ന് പറഞ്ഞു. കാരണം പാർട്ടി അണികളിൽ നിന്നുള്ള പ്രാദേശികമായിട്ടും ഞങ്ങളുടെ എല്ലാ നാട്ടിലുള്ള പ്രാദേശിക പാർട്ടിക്കാരുടെ സാധാരണ പ്രവർത്തകരുടെ അഭിപ്രായം കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർക്ക് തിരുത്താൻ സമയമുണ്ട്, ഇനിയും തിരുത്താൻ. അതുകൊണ്ട് ഇതുകൊണ്ടെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനമോ അങ്ങ് കടലിൽ മുങ്ങിപ്പോകത്തൊന്നുമില്ല. അവരൊരുപാട് തിരുത്തേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ അടിസ്ഥാന വർഗത്തിൻ്റെ പുരോഗതിക്കുള്ള പാക്കേജ് കണ്ടെത്തി അവരെ കൂടി വിശ്വസ്തയിലെടുത്ത് കൊണ്ടുപോകണം. അവർക്ക് എന്ത് കൊടുക്കുന്നില്ലേ? മുന്നോക്ക സമുദായത്തിന് അവർക്ക് കോർപ്പറേഷൻ ഉണ്ടാക്കുന്നു. പിന്നോക്ക സമുദായത്തിന് എന്തുകൊണ്ടൊരു കോർപ്പറേഷൻ ഉണ്ടാക്കി അവരെ കൂടുതൽ അവരുടെ കുട്ടികൾക്ക് കൂടെ പഠിക്കാനും പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് എന്ത് നിർത്തി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ 14 യൂണിവേഴ്സിറ്റി ഉണ്ട്. ഒരൊറ്റ യൂണിവേഴ്സിറ്റി പോലും ഒരു ഈഴവനില്ല. എന്ത് ന്യായമാണിത്? അതുപോലെ PSC മെമ്പർമാർ എത്ര ഈഴവനുണ്ട് നിങ്ങൾ നോക്ക്. അധികാരത്തിൽ ആരെത്തുന്നു? അതുപോലെ ഇവിടെ കുറേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളുണ്ട്. ഇവിടെ ഈഴവർ എത്ര ചെയർമാന്മാരുണ്ട്? അവിടെയുള്ള പ്രാതിനിധ്യം എന്തുണ്ട്? അങ്ങനെ പറയാനുള്ള ഒരുപാട് കാര്യം പറയാനുണ്ട്. ഈ SNDPയുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ വഴി ഈ ശോഭാ സുരേന്ദ്രനും അല്ലെങ്കിൽ മറ്റിടത്തെ BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രകടനം നടന്നു, അങ്ങനെ ഒരു വിമർശനമുണ്ട്. അത് ശരിയാണോ? എനിക്കറിയില്ല. പ്രാർത്ഥനാ രൂപത്തിൽ എനിക്കറിയില്ല. അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ചില മേഖലകളിൽ നടന്നായിട്ട് BJPക്കാർ തന്നെ പറയുന്നുണ്ട്. അത് എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം. ഇങ്ങനെ പലരും പറഞ്ഞു BJP ഒരു കൂട്ടർ പറഞ്ഞു പിന്നെ ശോഭാ സുരേന്ദ്രൻ പിന്നെ ആശാരി സമുദായത്തിൽപ്പെട്ടാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വിശ്വകർമ്മയാണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞു അവർ ഈഴവയാണെന്ന് പറഞ്ഞു. കാരണം ഒന്നാം തരം ഈഴവത്തിയാണെന്ന് എനിക്ക് വർഷങ്ങളോളം വടക്കൻ മേഖലയിൽ ഞങ്ങളുടെ പല യോഗങ്ങളിൽ ക്ലാസ് എടുക്കാനും പ്രസംഗിക്കാനും ഒരു 10-20-24 കൊല്ലമൊക്കെ പോയി പെണ്ണ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കൂട്ടര് വിശ്വകർമ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞ് ഈഴവത്തിയാണ്. അപ്പോൾ അതിൻ്റെ സൂത്രം എന്താണെന്ന് മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാർ അവർ ഈഴവത്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈഴവൻ്റെ വോട്ട് അവർക്ക് പോകണമെന്ന് കോൺഗ്രസ്സുകാർക്ക്, ഈഴവൻ്റെ വോട്ട് പോകരുതെന്ന് കണക്കാക്കിക്കൊണ്ട് ഇടതുപക്ഷം അവർ വിശ്വകർമ്മയാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും പറഞ്ഞു. അവരെ സംബന്ധിച്ചുള്ള അതുകൊണ്ട് എന്തിനാ ഈഴവ അത് പറഞ്ഞു വെച്ചപ്പോൾ ഈഴവയാണെന്ന് ആളുകൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ജാതിവികാരം ഇന്ന് പണ്ടത്തേക്കാൾ കൂടുതലുണ്ടെന്ന്. അതുകൊണ്ടല്ല എന്താണ് മുസ്ലിം വോട്ടായി നിൽക്കുന്നത്, ക്രിസ്ത്യൻ വോട്ടായി നിൽക്കുന്നത്, നായർ വോട്ടായിട്ട് നിൽക്കുന്നത്. ഈഴവൻ കൂടെ ഒന്ന് വോട്ടായി പോയതുകൊണ്ട് എന്താ കുഴപ്പം? ഈഴവനിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഉണ്ണാനും മാത്രം ഉപയോഗിച്ചാൽ മതിയാണ്. മറ്റുള്ളവരെല്ലാം ജാതിയുടെ പേരിൽ സംഘടിപ്പിച്ച് രാഷ്ട്രീയ പാർട്ടി വരെ ഉണ്ടാക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെ ഈഴവൻ ഇങ്ങനെ ഒരു വികാരം ഉണ്ടാകാതിരിക്കും? മാണി സാറിൻ്റെ ഒരു MP തോറ്റുപോയി. ആ മാണി സാറിൻ്റെ MP എത്ര കൊല്ലം MP ആയി? അവിടുത്തെ പാവപ്പെട്ട ഈഴവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ 40% ക്രിസ്ത്യാനികളാണ്. അവിടെ ബാക്കി ഏതാണ്ട് 55% ഹിന്ദുക്കളാണ്. 4-5% ഉള്ള മുസ്ലിങ്ങളെല്ലാം കൂടെ.
ആ പട്ടണം 40% 10% അമേരിക്കയിലാണ്. ബാക്കി 30% ക്രിസ്ത്യാനികൾ ഇവിടെയുണ്ട്. ആ 30% ക്രിസ്ത്യാനികളിൽ 40% 65% വോട്ട് ചെയ്തുള്ളൂ. അവർ ജയിച്ചു. നിന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഇവിടുത്തെ പാവങ്ങൾക്കുണ്ട്, അവിടെ ഉണ്ടല്ലോ, ഒരുപാട് പേരുണ്ടല്ലേ. അദ്ദേഹത്തിന് പിന്നെ അവിടെ അധികാരം കിട്ടിയപ്പോൾ അധികാരത്തിൻ്റെ പങ്കാളിത്തം കൊടുത്ത് ആർക്ക്? MP ഫണ്ട് ഉപയോഗിക്കാൻ കൊടുത്തത് നിങ്ങൾ ലിസ്റ്റെടുത്ത് നോക്ക്. ഞങ്ങളുടെ ആളിന് അവിടെ ഉള്ള ചില ചായക്ക് യൂണിയൻ ചില സ്കൂളൊക്കെ ഉണ്ട്, ഒരു കല്ല് പെൻസിൽ പോലും മേടിച്ചു കൊടുത്തില്ല. അപ്പോൾ ഈ ഫണ്ടെല്ലാം ഉള്ളവന് തന്നെ പിന്നെയും കൊടുക്കുക. ഇതെല്ലാം കണ്ടും കൊടുത്തുമൊക്കെ മടുത്തില്ലാണ്. ഓരോരുത്തരും ഈ മതേതരത്വം പറഞ്ഞ് അകത്ത് കയറുകയും മതാധിപത്യം നടപ്പാക്കാൻ വേണ്ടി അവരുടെ മതത്തെ സൂചിപ്പിക്കാൻ വേണ്ടി സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ അവരുടെ മതത്തിന് വേണ്ടി കൊടുക്കുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കും അധികാരത്തിലുള്ള പങ്കാളിത്തം, അധസ്ഥിതരിനും അധികാരത്തിലുള്ള പങ്കാളിത്തം കിട്ടണം. അതിനൊരു പിണറായി വിജയൻ മാത്രമായാൽ പോരാ. ഒരു പിണറായി വിജയൻ മാത്രം ഉണ്ടായാൽ മാത്രം കൊണ്ട് അധത്തിൻ്റെ പങ്കാളിത്തം ആയില്ല. ഇവിടെ ഈഴവൻ വന്നാൽ മാത്രം, ഈഴവനായാൽ മാത്രം വരാം. ഈഴവൻ വികാരമുള്ളവൻ വേണം. ഈഴവൻ ബ്രാഹ്മണൻ ഭരിക്കാതിരുന്നിട്ട് കാര്യമില്ല, ഈഴവൻ ബ്രാഹ്മണ അധികാരത്തിൽ ഇരുന്നിട്ടും കാര്യമില്ല. ഈഴവൻ വികാരമുള്ളവൻ വേണം. അതുകൊണ്ടല്ല ക്രിസ്ത്യൻ വികാരമുള്ളത് കൊണ്ടല്ലേ കേരള കോൺഗ്രസ് ഉണ്ടാക്കി അവിടെ ഇരിക്കുന്ന MP എന്തായത്? അദ്ദേഹത്തിന് സമുദായത്തിനല്ലേ എല്ലാം കൊടുത്തത്. മുസ്ലിം ലീഗ് അവിടെ പോയി അവർക്ക് കിട്ടുന്നതെല്ലാം വേറെ ആർക്കും കൊടുക്കുന്നുണ്ടോ? അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിങ്ങൾ എടുത്ത് നോക്ക്. മതേതരത്വം പറയുന്നുണ്ടല്ലോ, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരിക്കുന്നല്ലോ കേരള കോൺഗ്രസ്, അവിടെ 2 മന്ത്രിമാർ 2 പേര് അവർ 60 പേരോളം എടുത്തിട്ടുണ്ട്. അവരെത്ര പേര് മറ്റ് സമുദായത്തിൽ നിന്ന് ആളുകൾ എടുത്തിട്ടുണ്ട്? അപ്പോൾ ഈ മതേതരം എന്ന് പറയുന്നത് കള്ളനാണയം, മനുഷ്യനെ കളിപ്പിക്കുകയാണ്, ഞങ്ങളെ കൂട്ടുള്ളവരെ കളിപ്പിക്കുകയാണ്. പക്ഷേ ഇവരെല്ലാം സ്വന്തം മതത്തിന് മാത്രം വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് ആനുകൂല്യം കൊടുക്കുകയും അവരുടെ ആളുകളെല്ലാം ഭരണത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇവിടെ എത്ര കോർപ്പറേഷൻ ഉണ്ട്? ഈ കോർപ്പറേഷനിൽ ആരാണ് അകത്തിരിക്കുന്നത്? ഇതൊന്നും ആലോചിക്കുക. ഞങ്ങളിവിടെ കാണിക്കുന്ന ചതിവെന്ന് പറഞ്ഞാൽ വളരെ കടന്നു കഴിയും. ഈ അധികാരം വേണമെന്ന് പറയാൻ ഞങ്ങൾ കുറേ പേർക്ക് ഞങ്ങളുടെ ആളുകൾ കുറേ കോർപ്പറേഷൻ കൊടുക്കണ്ടേ? എവിടെ കൊടുക്കുന്നു പറ. PSC എത്ര പേരെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, വികാരമുള്ള കൂടെ ഉണ്ടാകണം. ഈ വിഷമങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ഇങ്ങനെ കഴുതക്കാമം കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞ പോലെ ഈഴവൻ്റെ ഈ കാമം, പ്രതിഷേധം, വിഷമം, പ്രയാസങ്ങളെല്ലാം ഇങ്ങനെ കരഞ്ഞു തീർക്കുക എന്നുള്ളതല്ലാതെ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല മിസ്റ്ററെ. ഉള്ളത് തന്നെ പിന്നെയും കോഴ്സ് കൊടുക്കുന്നു, കോളേജ് കൊടുക്കുന്നു, അധികാരം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു.